നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കൽപ്പറ്റ വയനാട് ജില്ലയിലെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ചപ്പോഴും ഗോത്രവിഭാഗങ്ങളുടെ ദുരിതക്കയറ്റത്തിന് അറുതിയില്ലെന്ന ആക്ഷേപവുമായി ആദിവാസി സംഘടനകൾ രംഗത്ത്. നവംബർ 1 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാനിരുന്ന അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് ആദിവാസി ഗോത്ര മഹാസഭ ആരോപിച്ചു. ഗോത്രവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള വയനാട്ടിൽ പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറമ തുടങ്ങിയവരിൽ ഭൂരിഭാഗവും ഭൂരഹിതരും ഭവനരഹിതരും തൊഴിൽ രഹിതരുമാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ പുഴയോരങ്ങളിലും പുറംപോക്കുകളിലും വനാതിർത്തികളിലുമുള്ള ചോർന്നൊലിക്കുന്ന കൂരകളിൽ താമസിക്കുന്നവരാണ്. ഇതെല്ലാം മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നതെന്ന് ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോഓർഡിനേറ്റർ എം ഗീതാനന്ദൻ പറഞ്ഞു. അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയാണിത് ഇപ്പോഴും ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട പലരുടെയും ജീവിതം. 5433 കുടുംബങ്ങളെ വിവിധ വകുപ്പുകൾ ഒത്തുചേർത്ത് 2454 മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി നടപ്പാക്കി നേട്ടം കൈവരിച്ചതെന്നാണ് പ്രഖ്യാപനം. 952 കുടുംബങ്ങൾക്ക് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഭക്ഷണ കിറ്റുകളും ആവശ്യക്കാർക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളും ലഭ്യമാക്കി. സർവേയിലൂടെ ജില്ലയിൽ 2931 കുടുംബങ്ങളെയാണ് അതിദരിദ്ര കുടുംബമായി കണ്ടെത്തിയിരുന്നത്. ഇവരുടെ എല്ലാ മേഖലയിലുമുള്ള ജീവിത സാഹചര്യം മാറ്റിയെടുത്തു എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചതാണെന്ന് ആദിവാസി സംഘടന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.